ചന്ദ്രശേഖരൻ നല്ലവനാ. അവൻ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം തരും. അവൻ തന്നെയാണ് പിന്നിൽ. വിശ്വംഭരൻ തൂക്കിയെടുത്ത് ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചാലോ ഹരിത. അവൻ വന്നാൽ ഉടനെ മാഷെ കൊല്ലാൻ പോകുന്ന അറിയില്ലേ? അവൻ വരാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ. ഓടിപ്പോയതല്ല, ഓടിപ്പോയില്ല. എന്താടാ, എന്തു പറ്റി? നാളെ കല്യാണക്കത്തടിച്ചു കിട്ടും. പിന്നെ അച്ഛനും അമ്മയെ ക്ഷണിക്കാൻ ഇറങ്ങും. ഞാനിനി എന്താ ചെയ്യാ? നിന്നെ മായ കണ്ടിട്ടുള്ളത് ആകെപ്പാടെ 2 പ്രാവശ്യം മാത്രം. ഏട്ടനെയും ഏട്ടത്തിയമ്മയും അടിച്ചിറക്കിയ വീട്ടിലേക്ക് ഒരു കാലത്തും വരില്ല എന്ന് അവൾ പറഞ്ഞാലോ? ഞാൻ അവളെ വിളിക്കണത് എൻ്റെ വീട്ടിലേക്കല്ല, പിന്നെ രജിസ്റ്റർ ഓഫീസിലേക്കാ. അവിടുന്ന് വാടക വീട്ടിലേക്കും. മായയുടെ വീട്ടുകാർ രജിസ്റ്റർ മേലിന് സമ്മതം മൊഴിയില്ലെങ്കിലോ? പരസ്പരം ഇഷ്ടപ്പെട്ട ഒരാണിനും പെണ്ണിനും വേറെ ആരുടെ സമ്മതം വേണ്ട. നിന്റെ കാര്യത്തിൽ ഇത് ശരിയായിരിക്കും. പക്ഷേ മായ വരുമോ അവളുടെ ഏട്ടനെയും ഏട്ടത്തിയമ്മയും ഒക്കെ ധിക്കരിച്ച്? വിളിച്ചാൽ ഓടി വരാൻ പാകത്തുള്ള അടുപ്പമായോ നിങ്ങൾ തമ്മിൽ? പിന്നെ എന്താടാ ഞാൻ ചെയ്യേണ്ടത്? എടാ ആദ്യം നീ മായയുടെ മനസ്സറിയണം, എന്നിട്ട് മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ. മനസ്സ് അവള് സമ്മതിക്കോടാ. യമുനയായിട്ടുള്ള കല്യാണത്തിന് അധികം ദിവസമില്ല. ക്ഷണക്കത്തടിച്ചെന്നങ്ങനെ മായ അറിഞ്ഞാൽ ഈശ്വര, ആ ഒരൊറ്റ കാരണം കൊണ്ട് അവള് വിട്ടുപോകും. ഏയ്, സമാധാനമായിട്ടിരിക്കടാ. നാളെ ഞാൻ ബാംഗ്ലൂർ വരാം. സമാധാനം അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടു. ജീവിതം പോലും വെറുത്തു എനിക്ക്. മായ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ലടാ. എന്ത് ചെയ്യും? ചിലപ്പോ ജീവിതം പോലും അവസാനിപ്പിച്ചു എന്ന് വരും. മായ്ക്കു വേണ്ടി. മോനെ, നിന്റെ അമ്മയാ മോനെ. അമ്മ കൂടെ വന്നവരൊക്കെ പോയി. ഇനി ബാക്കിയുള്ളത് ഞാനും നീയും മാത്ര. ഇനി ബാക്കിയുള്ളത് ഞാനും നീയും മാത്ര. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാ നമ്മുടെ നാട്ടിലേക്ക്. അമ്മയിരിക്കെ. വേണ്ട മോനെ, ഞാനിവിടെ നിന്നോളാം. ഇരുന്നോളൂ. ഇത് റോഡ് എസ് പി മഹേന്ദ്രനാണ്. ഇദ്ദേഹത്തിന് കാര്യമായി എന്തോ പറയാനുണ്ട്. ഇരിക്കൂ.
മോൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ കുറിച്ച്. അവന് വലിയ വിശ്വാസമായിരുന്നു സാറിന്റെ സഹായം ഉണ്ടാവുമെന്നും ഒരാൾക്കും കല്യാണം മുടക്കാൻ പറ്റില്ല എന്നും എന്റെ മോൻ എപ്പോഴും പറയുമായിരുന്നു. എന്നിട്ട് കരയരുതെന്ന് അമ്മയോട് ഞാൻ പറയില്ല. കരയണം. കുറെ കരഞ്ഞു കഴിയുമ്പോൾ ആ കണ്ണീര് ചുട്ടുപഴുക്കും. അപ്പോഴാണ് മനസ്സിൽ കാരുണ്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ആ നൊട്ടോറിയസ് ക്രിമിനലിനെ ഓർക്കേണ്ടത്. ഞാനുണ്ടായിരുന്നു ഒപ്പം. വിശ്വംഭരന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട്. പക്ഷേ അയാൾ ഇങ്ങനെ ഒരു അപകടം പ്ലാൻ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അമ്മയോട് റിക്വസ്റ്റ് ഉണ്ട്. ചന്ദ്രശേഖരനെ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകരുത്. അങ്ങനെ പറയരുത് സാർ. ഒരിക്കൽ തോക്ക് നെറ്റിയിൽ ചേർത്ത് വെച്ചിട്ട് ജീവിക്കണോ മരിക്കണോ എന്ന് എന്റെ ചന്ദ്രനോട് ചോദിച്ചതാ അവൻ. ഇപ്പോഴും വരും. ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ അവൻ തേടി വരുന്നതിന് മുമ്പ് ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ സാർ. ഇങ്ങനെ പേടിച്ചാൽ ഒളിക്കാൻ കാടെവിടെയാ? എവിടെ പോയാലും വിശ്വംഭരൻ പുറകെ വരില്ലേ? ഇവിടെ ആർക്കും അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ സാറിനും ബോധ്യമായില്ലേ? ഇനി അവൻ ജയിലിൽ നിന്ന് ഭരതനെ ഇറക്കിക്കൊണ്ടുവരും. പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. നോക്കൂ സാർ, ഈ കൈകൾ കണ്ടോ? ഇപ്പോഴും ഉണ്ട് ചോരയുടെ മണം. ഒന്നിച്ചു വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഞാൻ മാത്രമായി പോവോന്ന് പേടിയുണ്ട് സാർ. എന്നെ അമ്മേന്ന് വിളിച്ചുവല്ലോ. മോനാണെന്ന വിശ്വാസത്തോടെ പറയുക. എന്നെ തടയരുത് മോനെ. ഈ വയസ്സുകാലത്ത് ഒരു തുണയായിട്ട് എന്റെ മോൻ വേണം എനിക്ക്. മുതലാളി, ചന്ദ്രശേഖരനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് അവൻ്റെ അമ്മ. മരണം മഞ്ചലുമായി ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിക്കൽ കാത്തു നിൽക്കുമ്പോൾ അവരെങ്ങനെ കൊണ്ടുപോകും ചന്ദ്രശേഖരനെ ജീവനോടെ? അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എന്റെ മോനെ നിനക്ക്. ഈ അവസ്ഥയിലും അവനെ സ്വീകരിക്കാൻ തയ്യാറാണോ നീ? പക്ഷെ നിന്റെ അത്ര ധൈര്യം എനിക്കില്ല കുട്ടി. കണ്ണൊന്നടയ്ക്കാൻ പോലും പേടിയാ എനിക്ക്. കാതിൽ ലോറിയുടെ മുരൾച്ച മാത്രമല്ല, ചന്ദ്രന്റെ അച്ഛന്റെ നിലവിളിയുണ്ട്. ഞങ്ങള് പോവുക മോളെ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി. അമ്മ എന്താ ഈ പറയുന്നേ? ചന്ദ്രേട്ടനെ കൊണ്ടുപോകാൻ പറ്റുമോ ഈ അവസ്ഥയില്? ശരിക്കും ബോധം പോലും വീണിട്ടില്ല. വേണ്ടമ്മേ, അത് ശരിയാവില്ല. റിസ്കാന്ന് പറഞ്ഞു ഡോക്ടർമാരൊക്കെ. എന്നാലും പോയേ പറ്റൂ. ഈ നാട്ടിലെ മനുഷ്യരല്ല, മൃഗങ്ങളാ കൂടുതൽ. നിന്നോട് സംസാരിക്കുന്നത് പോലും ആരെങ്കിലും കണ്ടാൽ എന്റെ ചന്ദ്രനെ പിന്നെയും കൊല്ലാൻ ശ്രമിക്കില്ലേ? നീ അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ തടയരുത് മോളെ. നിന്റെ കാല് പിടിക്കാൻ ഞാൻ. ഈ അമ്മയ്ക്ക് വേറെ വഴിയില്ല ചിട്ടാ. ക്രൂരതയാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ കരയരുത്. നിന്റെ ഈ നിറഞ്ഞ കണ്ണുകൾ കണ്ടോണ്ട് അമ്മയ്ക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ജീവിതത്തിൽ ആരോരും തുണയില്ലാത്ത ഒരു പാവ സ്ത്രീ എന്തിനാ നിന്നോട് ഇങ്ങനെ യാചിക്കുന്നതെന്ന് ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആ തെറ്റിന് ഈശ്വരൻ എന്നെ ശിക്ഷിക്കും. ആരെയും തിരിച്ചറിയാതെ നടക്കുന്ന ഈ നിമിഷത്തിലും അവന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. കല്യാണ പന്തലും പുടവയും താലിമാലയും കുരുവയും ഒക്കെ ആയിട്ട് ഒരു കല്യാണം നടക്കുകയാണ് അവന്റെ മനസ്സിൽ. അവിടെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഈ അമ്മയില്ല. ലോറിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞു മരിച്ചു പോയ അവന്റെ അച്ഛനും ഇല്ല. കല്യാണ പെണ്ണായി നീ മാത്രം.
അവനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ ചോദിക്കുക? ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ, അതിനു മുമ്പ് കല്യാണം നടത്തണം. അപ്പൊ നിശ്ചയം വേണ്ടേ? ആകെയുള്ളത് ഒരാഴ്ച. അതിനുള്ളിൽ നിശ്ചയവും കല്യാണവും നടത്താൻ പറ്റുമോ? കല്യാണം എന്നൊക്കെ പറയുമ്പോ കുറച്ച് ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? ഒരു ഒരുക്കവും നടത്തണ്ട. ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം ഇങ്ങ് തന്നാ മതി. എന്നാലും അതങ്ങനെയല്ലല്ലോ ചേട്ടാ, കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങണ്ടേ? അതോർത്ത് വിഷമിക്കണ്ട. കാശുണ്ടാവുമ്പോ പെങ്ങൾക്ക് വേണ്ടതെല്ലാം വാങ്ങി കൊടുത്തോളൂ. ഇപ്പൊ കല്യാണം നടക്കും. ഞാനിപ്പോ വരാം, നിങ്ങൾ സംസാരിച്ചിരിക്കും. ദേ വേഗം വന്നേക്കണേ. ഞാൻ വരുന്നു. അപ്പോ എന്നത്തേക്കാ തീയതി നിശ്ചയിക്കണ്ടേ? നിനക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് മായൊന്ന് കാണണം വിജയേട്ടാ. ഇനി നീ മായെ കാണണ്ട. കണ്ടില്ലേ, അവളുടെ കല്യാണ നിശ്ചയം നടക്കുക അവിടെ. അത് നടക്കാൻ പാടില്ല വിജയേട്ടാ. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. എന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ മായ എന്നിൽ നിന്നും പിരിക്കരുത്. അതിന് നിന്നെ അവൾ സ്നേഹിച്ചിട്ടില്ലല്ലോ. സ്നേഹിക്കും പിന്നീട്. വിജയേട്ടാ, എന്റെ പെണ്ണ മായ. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണ്. ജയകൃഷ്ണ, മര്യാദയ്ക്ക് തിരിച്ചു വയ്ക്കോ. നല്ലൊരു ദിവസമായിട്ട് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങരുത്. തല്ലിക്കോളൂ, ദേഷ്യം മാറുന്നവരെ തല്ലി ചതച്ചോളൂ. എന്നാലും മായ തരില്ല എന്ന് മാത്രം പറയരുത്. ജയകൃഷ്ണ, ആളുകൾക്ക് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ ഒരു അനിയത്തിയുടെ ജീവിതം താറുമാറായി. ഇനി എനിക്ക് ഇവളെ ബാക്കിയുള്ളൂ. വഴക്കുണ്ടാക്കരുത് ജയകൃഷ്ണ. പിന്നെ ഒരിക്കൽ വാ, അന്ന് പറയാം ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ കഥ. ഇനി ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മായയെ. ഈ നിശ്ചയം നടത്തല്ലേ വിജയേട്ടാ. മായയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക്. വിജയേട്ടന് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ. ജയകൃഷ്ണ, ഇപ്പൊ നീ പോ. എന്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാണ്ട്. അനിയത്തിയുടെ ജീവിതം തകർക്കാനല്ല, അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എല്ലാം മറന്ന് അവളെനിക്ക് താവില്ല. മറന്ന് അവളെനിക്ക് താവിജേട്ട. ആൾക്കാരിക്കല്ലേ ഇവിടെ? ശബ്ദം ഉണ്ടാക്കാതെ വന്നേ, ചെല്ലേ വേഗം. ഒരേടത്തിയുടെ സ്ഥാനത്ത് എന്നോട് പറയാം മോനെ, മായ നീ സ്നേഹിക്കുന്നു പറഞ്ഞ സത്യമാണെങ്കിൽ ദേവേദി ഇപ്പൊ ഇവിടുന്ന് പോണം. അമ്മ ചെയ്ത കുറ്റത്തിന് എന്നെയാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത്. സാരമില്ല, ഇപ്പൊ എനിക്കൊരു ബാധ്യതയുണ്ട്. നിങ്ങൾ ചോദിച്ചില്ലേ മായ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണോന്ന്? സത്യമാണ്. പക്ഷേ അതെങ്ങനെ തെളിയിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ചങ്ക പൊളിച്ചു നോക്കിയാ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെ അവളുണ്ട്, എന്റെ മായ. പിന്നെങ്ങനെയാ ഞാൻ അറിഞ്ഞുകൊണ്ട് അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നേ?
എപ്പോഴാടി ആ തലതെറിച്ചവൻ അവൻ്റെ തള്ള നാട്ടിലേക്ക് കൊണ്ടുപോകുന്നേ? അതും ഈ വിശ്വംഭരൻ്റെ കണ്ണ് വെട്ടിച്ച് ഒറ്റയടിക്ക് തീർക്കണമെന്ന് പറഞ്ഞാൽ ലോറി ഡ്രൈവർ ശാന്തന് 10,000-ന്റെ 10 കെട്ട് നക്കി തിന്നാൻ ഇട്ടുകൊടുത്തത്. 2 എണ്ണത്തിന് ആ തെണ്ടി ബാക്കി വെച്ചു. എന്നാലും ചന്ദ്രശേഖരൻ ഇവിടെ വെച്ച് തീരുമെന്ന് വിചാരിച്ചു. തീർന്നില്ലെന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതും വിശ്വംഭരൻ അറിയാതെ. ഇപ്പോഴവനെ കൊണ്ടുപോകുന്നു. എനിക്ക് അവകാശപ്പെട്ട ജീവൻ വെറുതെ അങ്ങ് കൊടുത്തേക്കാൻ പറ്റുമോ? അത് തിരിച്ചു തന്നിട്ട് ശവം മാത്രം കൊണ്ടേക്കോട്ടെ അവന്റെ തള്ള. അരുത് അരുത് മുതലാളി. എന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചന്ദ്രേട്ടൻ ചെയ്തിട്ടുള്ളൂ. ആ തെറ്റിന് എന്നെ മാത്രം ശിക്ഷിച്ചാ പോരെ? ചന്ദ്രേട്ടനെ വെറുതെ വിട്ടൂടെ? മനസ്സിലാവണ ഭാഷയിൽ ഒരിക്കലല്ല 2 വട്ടം പറഞ്ഞതാ ഞാൻ അവനോട് തിരിച്ചു പോവാൻ. ആദ്യം അനുസരിച്ചു. പിന്നെ എന്തിനാടി അവൻ വന്നത്? കൂടെ ഉള്ളവരെ മുഴുവൻ ഗുരുതി കൊടുത്തിട്ട് ഞാൻ ഒരുക്കണ തീച്ചുളയിൽ വെന്ത് ചാമ്പലാവാൻ. അതും ചന്ദ്രേട്ടന്റെ കുറ്റമല്ല. എല്ലാരും ചേർന്ന് നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു പോയതാ. അവര് തിരിച്ചു പൊയ്ക്കോട്ടെ മുതലാളി. ഭരതം വരുമ്പോ ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ ഞങ്ങളില്ലേ ഇവിടെ? അതിന് നിങ്ങളുണ്ട്. പക്ഷെ എന്നെ വെല്ലുവിളിച്ചിട്ടൊരു വരത്തൻ ഇവിടുന്ന് തിരിച്ചു പോയാൽ അതിന്റെ അർത്ഥം ഈ വിശ്വംഭരൻ സഹജീവികളോട് കരുണ കാട്ടി തുടങ്ങിയെന്നാ. ഇനി ഒരിക്കലും ചന്ദ്രേട്ടൻ ഈ നാട്ടിലെ കാല് കുത്തില്ല മുതലാളി. എന്നെ കുറിച്ചുള്ള ഓർമ്മ പോലും ആ മനസ്സിലുണ്ടാവില്ല. വേറെ കല്യാണം കഴിച്ച് ചന്ദ്രേട്ടൻ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. ജീവിക്കാമായിരുന്നു എന്റെ സമ്മതത്തോടെ. ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുവച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് മോഹിക്കാതിരുന്നെങ്കിൽ, മോഹിച്ചാലും മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നേർക്ക് നേരെ വീണ്ടും കണ്ടപ്പോഴും നിന്റെ കഴുത്തിൽ താലി ചേർത്തു എന്ന് പറയാതിരുന്നെങ്കിൽ. അതിനു പകരം 5 പേരുടെ ജീവൻ കിട്ടിയില്ലേ? രക്ഷിക്കണം മുതലാളി. മരിക്കാൻ പോണ ഒരു പെണ്ണിന്റെ അപേക്ഷയാണ്. എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ ആ മോനെ അമ്മയും ശിക്ഷിക്കരുത്. അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. ഇനി തിരിച്ച് ഈ മണ്ണിൽ കാലുകുത്തില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. ജീവിതത്തിൽ ആരോരും തുണയില്ലാത്ത ഒരു പാവ സ്ത്രീക്ക് അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, മരിക്കുമ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവരുടെ മകനെ വിട്ടുകൊടുത്തൂടെ? ഒരിക്കൽ തീരുമാനിച്ചു പോയാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഈ തീരുമാനം മാറാൻ പോണില്ല. ഹോസ്പിറ്റലിൽ ഒരു ഇല അനങ്ങിയാൽ അതെന്റെ സെൽഫോണിൽ അറിയും. ആ തള്ളയും മോനും ഹോസ്പിറ്റലിന്റെ ഗേറ്റ് താണ്ടിയാൽ പിന്നെയും വരും മരണം. 2നെ ചതച്ചരയ്ക്കാൻ, അല്ലെങ്കിൽ ഓരോ ബുള്ളറ്റ് കൊണ്ട് തീർക്കാൻ. ഒരേ ഒരു വഴിയുണ്ട് ബാക്കി. മകനെ ചുട്ടു തിന്നാൻ എനിക്ക് തന്നിട്ട് തള്ള എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ. എവിടെയെങ്കിലും പോയി പിച്ചെടുത്ത് ജീവിച്ചോട്ടെ. ഇവിടെ നിനക്ക് പഴക്കരുത് ലാലിയിലെ. അന്ന് ചെറിയൊരു പിഴവുണ്ടായതാ, കണക്കൂട്ടൽ തെറ്റി. ഇനിയും വരരുത് എൻ്റെ മുന്നിൽ ഈ ന്യായവും പറഞ്ഞുകൊണ്ട്. അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കും. മറക്കാതെ മനസ്സിൽ കുറിച്ചിടണം, പിഴയ്ക്കരുത്. ഇല്ല മുതലാളി, പിഴയ്ക്കില്ല. പറയൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ പെണ്ണിൻ്റെ മുഖം ആസിഡ് ഒഴിച്ച് കരിക്കാനാ ഞാൻ ആദ്യം തീരുമാനിച്ചത്. അന്നവൾ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ കൂടെ ഒരാളൂടെ വരാൻ പോണു. ഇനി ആ ശിക്ഷ മതിയാവില്ല ഡാനിയലേ. പിന്നെ അടുത്ത് തന്നെ മായയുടെ കല്യാണം നടക്കും. ഗംഭീരമായിട്ടൊന്നും ഉണ്ടാവാനിടയില്ല. എന്നാലും ഒരു 19 പേരെങ്കിലും കാണാതിരിക്കില്ല. മുതലാളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് പറയാൻ പോവുക, ശ്രദ്ധിച്ച് കേൾക്കണം. ആ വീട്ടിലൊരു കൂട്ടമരണം നടക്കണവിടും. മദ്യദുരന്തം പോലെ ഒരു വലിയ ദുരന്തം. ഒരാളെങ്കിലും ആ കുടുംബത്തിൽ ബാക്കിയുണ്ടെങ്കിൽ പകയുടെ കണക്കുകളൊക്കെ പറയാനുള്ള അവസരം വരും. ആരും ബാക്കിയില്ലെങ്കിൽ പിന്നെന്തിനാ മനസ്സിനുള്ളിലൊരു അക്കൗണ്ട് ബുക്ക്? 2 വട്ടം കല്യാണ സാരി ഉടുത്ത് 2 വട്ടം നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട എന്നെ മാത്രം കാത്തിരുന്ന അവളെയല്ലാണ്ട് മറ്റേ ആരെയും അമ്മയ്ക്കിനി മകന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുക? ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മായ മാത്രമായിരിക്കും. വേറൊരു പെണ്ണിന്റെ കാര്യം ഇനി എന്നോട് മിണ്ടരുത്. എല്ലാം ഇവിടെ അവസാനിക്കണം. ഞാൻ ഇനി നിങ്ങളെ തേടി വരില്ല. നിങ്ങളും എന്നെ തേടി വരരുത്. ആ ചെറുപ്പക്കാരനെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഡ്രോപ്പ് ദ ഗൺ. ഓക്കെ, യു ആർ അണ്ടർ അറസ്റ്റ്.
ഈ കളി നമുക്കിവിടെ വെച്ച് നിർത്താം. അതിനപ്പുറം ഞാൻ വരച്ചൊരു നിയന്ത്രണ രേഖയുണ്ട്. അത് താണ്ടിയവരാരും ഒന്നും ജീവിച്ചിരിപ്പില്ല. എനിക്കും ജീവിക്കണ്ട. ഇന്നോളം ഒരു പോലീസ് പട്ടിയും എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ പഴയ കഥയല്ലേ വിശ്വംഭര. നമ്മള് സ്ക്രിപ്റ്റ് മാറ്റിക്കഴിഞ്ഞു. ഇനി എഴുതാൻ പോകുന്നത് നിന്റെ പുതിയ കഥ. തീരുമാനിച്ചോ? തീരുമാനിച്ചു. നീ എഴുതാൻ പോകുന്ന പുതിയ സ്ക്രിപ്റ്റിലെ പ്രധാന വില്ലൻ ഞാൻ തന്നെയല്ലേ? എന്താ സംശയം? എന്നാൽ ഇനിയുള്ള കഥ ഞാൻ തീരുമാനിക്കും. നടക്ക്. എങ്ങോട്ട്? ആദ്യം ഘോഷയാത്രയായിട്ട് ഇവിടുന്ന് പുറത്തേക്ക്, പിന്നെ സ്റ്റേഷനിലേക്ക്, അവിടുന്ന് കോടതിയിലേക്ക്. ഈ ചങ്കൂറ്റം എനിക്ക് ഇഷ്ടമായി. നിനക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ ഒരേ ഒരാളേ ഉള്ളൂ. ഇരട്ട ചങ്കുള്ള എന്റെ ഭരതൻ മാത്രം. ഇപ്പൊ ഞാൻ അവന്റെ വില അറിയുന്നു മഹേന്ദ്രൻ. അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയ്ക്ക് സ്മാർട്ട് ആവില്ലായിരുന്നു. നീ എനിക്കൊരു സമ്മാനം തന്നു. സാരമില്ല, തിരിച്ച് ഞാൻ ഒരെണ്ണം നിനക്കും തരാം. ഈ നിലയിൽ എന്നെ ഒന്ന് പ്രദർശിപ്പിക്കാനല്ലേ നീ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തത് അല്ലേ? വാ. ശരിയാണ് മോഹൻദാസ്. അല്പം മുമ്പാണ് മഹേന്ദ്രൻ വിശ്വംഭരൻ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ എങ്ങോട്ടാ കൊണ്ടുപോയത്? മിക്കവാറും SP ഓഫീസിലേക്കാവും. ഞാൻ ഉടനെ എത്താം. സൂക്ഷിക്കണം. മുതലാളി പുറത്തു വന്നാലും ഇനി മഹേന്ദ്രൻ ഒരു വേട്ടനായ പോലെ പിന്നാലെ ഉണ്ടാകും. അതിനവൻ പിന്നാലെ വന്നാലല്ലേ? വരില്ലടോ. തന്റെ ഡിപ്പാർട്ട്മെന്റിൽ റൂറൽ SP കുപ്പായത്തിനുള്ളിൽ ഇനി മഹേന്ദ്രൻ ഉണ്ടാവില്ല. അവന്റെ ജാതകം ആശുപത്രിയിൽ വെച്ച് വിശ്വംഭര മുതലാളി എഴുതി കാണും. എനിക്കറിയാം വിശ്വംഭര, നിങ്ങളെ പെട്ടെന്നൊന്നും ഒരു കോടതിക്കും കൈമാറാൻ പറ്റില്ലെന്ന്. അപ്പം നിനക്കറിയാമല്ല, കൂടുതലൊന്നും പറഞ്ഞു തരണ്ടല്ലോ. നന്നായി. അതിന് ശക്തമായ തെളിവുകൾ വേണം. നിങ്ങളുടെ മൂക്ക് വീർക്കുമ്പോൾ SP ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്ന ഹിജടകളുടെ കാലം അവസാനിക്കണം. അറ്റ്ലീസ്റ്റ് ഈ കാക്കിയുടെ വിലയറിയുന്ന ഒരാളെങ്കിലും ഡെമോക്രസിയുടെ തലപ്പത്തുണ്ടായിരിക്കണം. എനിക്കൊരു ഡെഡ് ലൈൻ തരുന്നില്ലേ? ഡെഡ് ലൈൻ എന്തിനാ? സമ്മാനം പോരെ? തരാലോ. നാളെ നേരം പുലരുന്നതിന് മുമ്പ് നിനക്കത് കിട്ടും. പറഞ്ഞ ഡോക്യുമെന്റ്സ് മുഴുവനും ഇതിലുണ്ട്. ഇത് ഇവിടെ തരണോ അതോ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണോ? പേടിക്കണ്ട. വിശ്വംഭരനെ ഞാൻ അപ്പോൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കാനോ കോർട്ടിൽ ഹാജരാക്കാനോ അല്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ മാത്രം. ജീവൻ രക്ഷിക്കാൻ നിങ്ങളാര്? സാക്ഷാൽ മഹാവിഷ്ണു. ഏതായാലും സംഹാരം കൈയാളുന്ന വിശ്വംഭരനല്ല. ഹരിത, ഹരിത, സർ. അയാളെ വിട്ടുകൊടുത്തേക്ക്. സർ. അപ്പോൾ ഇത് വെറുമൊരു മെഗാ ഷോ മാത്രമായിരുന്നു അല്ലേ? അല്ല, കർട്ടൻ റൈസർ, തുടക്കം. മെഗാ ഷോ വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ ചിരി അധികകാലം അവിടെ ഉണ്ടാവില്ല മഹേന്ദ്ര. ജീവിതത്തിലെ ഏറ്റവും തെറ്റായ ഈ തീരുമാനത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അറിയാം മിസ്റ്റർ. എന്നാലും ഈ കാക്കയുടെ വിശുദ്ധി ഒരു ക്രിമിനലിന് മുന്നിലും പണയം വെക്കില്ല ഞാൻ. ഓക്കെ സർ. വീടടോ. സർ. കാൽച്ചുവട്ടിലെ മണ്ണിളക്കി തുടങ്ങി അല്ലേ വിശ്വേട്ടാ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഭരതം വരട്ടെ, വൈകാതെ അവൻ വരും. ജീവനോടെയോ അത് ശവമാക്കിട്ടോ? എന്തോ സംശയം? ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ. നിങ്ങൾക്കവൻ വെറും ഒരു ഗുണ്ടയായിരിക്കാം. എനിക്കവൻ പിറക്കാതെ പോയ മകന്. അങ്ങനെ ഒരു ബന്ധം നിനക്ക് ഞാൻ അനുവദിച്ചു തരില്ല. അതിന് വിശ്വേട്ടന്റെ അനുവാദം ആവശ്യമില്ല. എനിക്കും നിനക്കും ഇടയിൽ അദൃശ്യമായ ഒരു നിയന്ത്രണ രേഖയുണ്ട്. അത് താണ്ടി എന്റെ മുന്നിലേക്ക് വരരുത്. വന്നാലോ? നീയും വാസന്തിയുടെ പിന്നാലെ പോവും. കൊല്ലുന്നു തന്നെ തുറന്നു പറഞ്ഞുകൂടെ? കൊല്ലും. അത് കഴുത്ത് ഞരിച്ചോ നാഭിക്ക് ചവിട്ടിയോ അല്ല, തികച്ചും പുതിയൊരു സ്റ്റൈലിൽ. പെട്രോൾ ഒഴിച്ച് ഈ ബംഗ്ലാവിനുള്ളിലിട്ട് കത്തിക്ക് ഞാൻ.
യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പിശാചെന്നോ രാക്ഷസനെന്നോ അസുരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാതെ. ഇത്രയും കാലം ഒപ്പം ജീവിച്ച പെണ്ണെന്നുള്ള പരിഗണന പോലും നിനക്ക് ഞാൻ തരില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരേ ഒരാളേ ഉള്ളൂ, ഭരതൻ. ഭരതൻ മാത്രം. ആ, സൂക്ഷിക്കണം. ഇപ്പൊ അയാളുടെ വീടിന് ചുറ്റും 1000 കണ്ണുമായിട്ട് പോലീസ് ഉണ്ടാവും. സാരമല്ല മുതലാളി, സൂക്ഷിച്ചോളാം. ഈ വിശ്വംഭരന്റെ ആദ്യത്തെ പരാജയം ചാനലുകൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇനി പത്രങ്ങളുടെ ഊഴം. നാളത്തെ പ്രധാന തലക്കെട്ട് ചാനലുകളിൽ കണ്ട വിശേഷങ്ങളാവരുത്. പുതിയൊരു നടക്കും, വലിയൊരു സ്ഫോടനം. ഈ വിശ്വംഭരനെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കാൻ ഒരു തീപ്പൊരി. ശരി മുതലാളി. ഭരതനാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഒരിക്കലേ പറയൂ. പറയുന്നതിനപ്പുറത്ത് കാണുന്നുണ്ട് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായത്. പരാജയപ്പെട്ട് തിരിച്ചു വരരുത്. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കൺവെട്ടത്ത് നിന്ന് പോയിക്കോളണം രണ്ടും. അല്ലെങ്കിൽ പരാജയപ്പെടില്ല മുതലാളി. മഹീന്ദ്രനൊരു തിരിച്ചടി കൂടിയേ തീരും. തിരിച്ചടിയല്ല, ക്രൂരമായ ശിക്ഷ. തിരിച്ചടിയല്ല, ക്രൂരമായ ശിക്ഷ. നേരം പുലരുമ്പോൾ അവിടെ വെന്ത മണൽത്തരികൾ മാത്രമേ കാണാവൂ. ശരി മുതലാളി. എത്ര നാളത്തേക്കാണ് ഈ മൗനവ്രതം? നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്താ മിണ്ടാണ്ടിരുന്ന മായ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് നീ കരുതിയോ? എന്നാലേ അതിനുള്ള വെള്ളം എൻ്റെ മോനങ്ങ് വാങ്ങി വെച്ചേരും. ഈ പടിക്കകത്ത് കേറ്റില്ല ഞാൻ ആ അസത്തിനെ. എനിക്കല്പം സ്വൈരം തരുമമ്മേ. വല്ലപ്പോഴും നിന്നെ എനിക്ക് നേരി കാണാൻ കിട്ടൂ. അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എന്നാ ഞാൻ വേറെ പറയാം. നീ മര്യാദയ്ക്ക് ബാങ്കിൽ പോലും പോകുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. അതങ്ങനെയാ? ആ ഒരുമ്പോട്ടോള് വിട്ടിട്ടുണ്ടേ ബാങ്കിൽ പോവാൻ. പാവാട ചരടി കെട്ടിയിട്ടിരിക്കല്ലേ എന്റെ മോനെ. എന്റെ കൈവാക്കിനെങ്ങാനും കിട്ടിയ കൊന്നുകളയും ഞാൻ അവളെ. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഞാൻ അവളെ ആകെ 2 വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. വീട്ടിൽ വന്നവരെ അമ്മ തല്ലി ഇറക്കിയതിൽ പിന്നെ എനിക്ക് അവളെ കാണാൻ തന്നെ പേടിയാ. ഇത്രയ്ക്ക് സംസ്കാരമില്ലാത്തൊരു സ്ത്രീയാണോ എൻ്റെ അമ്മ എന്ന് അവൾ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അത് ഇവിടെ വന്ന് എന്നോട് ചോദിക്കാൻ പറയടാ, ഞാൻ കൊടുക്കാം ഉത്തരം. ആകപ്പാടെ രാത്രി മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോഴും മനസ്സമാധാനം തരില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഇനി വല്ല കടത്തിണ്ണയിലും പോയി കിടന്നുറങ്ങണോ ഞാൻ? എന്തിനാ കടത്തിണ്ണയിൽ ഉറങ്ങുന്നത്? തൊട്ടടുത്ത് നമ്മുടെ വീട് കുളം കോരാൻ നടക്കുന്ന കൂട്ടുകാരനില്ലേ? അവൻ തരും ഉണ്ണാനുള്ള ചോറും കിടക്കാനുള്ള സ്ഥലവും. എന്റെ പൊന്നുമോൻ പൊയ്ക്കും. ആ വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയില്ല അമ്മ. ഇനി എനിക്ക് സുനന്ദയുടെ മൂത്ത് നോക്കാൻ പറ്റുമോ? അത്രയ്ക്ക് അപമാനിച്ചില്ലേ അവളെ? അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിന് എന്തോന്ന് അപമാനം? സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ ജോലിയെന്ന് എനിക്ക് ആരും പറഞ്ഞു തരണ്ട. എന്റെ അമ്മ കുടുംബം പോറ്റാൻ വേണ്ടി സമയം നോക്കാണ്ട് എല്ലുമുറിയെ പണി ചെയ്യുന്നവരാ പാവം സെയിൽസ് ഗേൾസ്. അവരെപ്പറ്റി വേണ്ടാതിനെ പറഞ്ഞാൽ ഈശ്വരൻ പൊറുക്കില്ല.
എന്റെ മോനിപ്പോ ഒരു പെണ്ണിനെയും കുറ്റം പറഞ്ഞാൽ ക്ഷമിക്കില്ല. പെറ്റമ്മയെ മാത്രം ആർക്കും എന്തും പറയാം. പെറ്റമ്മയുടെ സ്നേഹം ഉണ്ടായേനെ ഈ മകന്റെ മനസ്സ് കണ്ടിരുന്നെങ്കിൽ. അതെങ്ങനെയാ? വലിയ വീട്ടിലെ യശോദാമ്മ ആരുടെ മുന്നിലും തോൽക്കാറില്ലല്ലോ, പിന്നെങ്ങനെ മകന്റെ മുന്നിൽ തോൽക്കും? ഇപ്പൊ നീ പറഞ്ഞത് ശരിക്കുള്ള കാര്യമാ. അമ്മയുടെ മനസ്സ് കണ്ടല്ലോ. തോൽക്കാൻ പറ്റില്ല മോനെ. അതിലും ഭേദം ചത്തുപോകുന്നതാ. ഇത് വീടോ അതോ ജയിലോ? ഞങ്ങൾക്കൊക്കെ വീടാ. നിന്റെ കാര്യം എനിക്കറിയില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? ഇറങ്ങിത്തരണോ ഇവിടുന്ന്? നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു ഉത്തരം. അമ്മ പറഞ്ഞ അനുസരിക്കുന്നൊരു വാക്ക്. അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ എപ്പോ വന്നാലും സ്വൈര്യം കെടുത്തും ഞാൻ. കെടുത്തിക്കോ. കൃത്യം 10:30 ബ്ലാസ്റ്റ് ചെയ്യും മുരളി. അവനുണ്ടോ അവിടെ? ആ മഹേന്ദ്രൻ ഇപ്പോഴില്ല. വരട്ടെ, വരാതിരിക്കട്ടെ. എന്നാലും ഞെട്ടിക്കുന്നൊരു സമ്മാനം കിട്ടുമല്ലോ അവനെ. ഏത് നാട്ടിൽ പോയാലും അവിടെയുണ്ടാവും അസുരന്മാരും രാക്ഷസന്മാരും. കാക്കിയിട്ടതുകൊണ്ടാ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത്. ഇനി ഒരു നഷ്ടം കൂടി താങ്ങാൻ എനിക്ക് വയ്യ. പറഞ്ഞതാ, എന്താ ചെയ്യേണ്ടത്? ഇവിടെ തുടരണോ അതോ ഈ നാട് വിട്ടു പോണോ? രാമയ്ക്ക് അതൊന്നും അറിയില്ല മോളെ. മോള് വേറെ വല്ലതും ചോദിക്കേ. എന്നാ ഒരു ബനാന ചോക്കായല്ലോ. ബനാന ടോക്കോ? അതെന്താ? പഴഞ്ചൊല്ല്. ആ, പഴഞ്ചൊല്ലാണെങ്കിൽ ഞാനൊന്ന് പറയാം. ഓക്കെ. മിന്നുന്നതെല്ലാം പൊന്നല്ല. All that glitters is not gold. ആ, എന്ന് വേറൊന്ന് പിടിച്ചോ. കൊരയ്ക്കും പട്ടി കടിക്കില്ല. Barking dog seldom bite. പക്ഷെ ഈ ബനാന ചോക്ക് ഡോഗിന് അറിയില്ലല്ലോ ഗ്രാൻഡ്മ. അതെന്താ? ബാർക്ക് ചെയ്യുന്ന ഡോഗിന്റെ അടുത്ത് ചെന്നപ്പോ അനീഷിനെ ഡോഗ് കടിച്ചല്ലോ. പാവ അനീഷ്. ഡോഗ് എന്ന് പറഞ്ഞാ അവൻ ഇപ്പോഴും കരയും, പേടിച്ചിട്ടാ. മമ്മിയുടെ പേര് പറയുമ്പോ ഡാഡി കരയുന്നത് പേടിച്ചിട്ടല്ല, സങ്കടം കൊണ്ടാ. അല്ല ഗ്രാൻഡ്മ? അതെ. മമ്മിയെ കൊന്ന കില്ലറ് ഇനി മാളൂനെ കൊല്ലോ? ഇല്ല മോളെ, എന്റെ മാളൂനെ ആരും ഒന്നും ചെയ്യില്ല. പോട്ടെ, ആ കുടുംബം ഒന്നിച്ച് തീരട്ടെ. ഇത് ഇനി ഇവിടെ വരുന്ന കാക്കിയുടുപ്പിട്ട ഓരോ പോലീസ് ഓഫീസർക്കും ഈ വിശ്വംഭരൻ നൽകുന്ന ചോരയിൽ കുതിർന്ന സന്ദേശം. ആ കുടുംബത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ. ആ കുഞ്ഞിനെങ്കിലും വെറുതെ വിടായിരുന്നില്ലേ? വിടാമായിരുന്നു. പക്ഷെ ചിന്തിച്ചപ്പോ മനസ്സ് വേറൊരു കാര്യം പറഞ്ഞു. അച്ഛനും അച്ഛാമ്മയില്ലാതെ കുഞ്ഞ് ഈ വലിയ ലോകത്ത് തനിച്ചെങ്ങനെ ജീവിക്കും? അത് മാളവയോട് ചെയ്യുന്ന ക്രൂരതയാവില്ലേ? അങ്ങനെ വന്ന ഒന്നേ ചെയ്യാനുള്ളൂ, മേഴ്സി കില്ലിംഗ്. അവളും പോയിക്കോട്ടെ ഭാനുമതി, അച്ഛന്റെ അച്ഛാമ്മയുടെയും കൂടെ. നിങ്ങളെ പോലുള്ള മനുഷ്യനോട് ഈശ്വരനെതിരെ എപ്പോഴും കരുണ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഈശ്വരനും
എന്നെ പേടിയാ ഭാനുമതി. ആ എന്നാലും ഈ തീരുമാനം മാറ്റിക്കൂടെ വിശ്വട്ട? മഹേന്ദ്രൻ അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. മരണം ചോദിച്ചു വാങ്ങിയതവൻ. ഈ വിശ്വംഭരണ ജീവിതത്തിൽ ആദ്യമായി വിലങ്ങിന്റെ കിലുക്കം കേൾപ്പിച്ചവനെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഭാനുമതി? കൃത്യം 10 മണിക്ക് അവന്റെ വീട്ടിലെ ഫോൺ പൊട്ടിച്ചിതറി. നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്റെ അറസ്റ്റല്ല, ആ വീട്ടിലെ കൂട്ടമരണം. ഈശ്വര, എങ്ങനെ രക്ഷിക്കൂ കുടുംബത്തെ? അമ്മ ഉറങ്ങിയില്ലേ? പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു അല്ലേ? പഴയത് മാത്രമല്ല, പുതിയതും ആലോചിച്ചു. നമുക്ക് ഈ നാട് വിട്ടു പോയാലോ മഹേന്ദ്ര? ഇത്ര പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ചിന്ത? നീ വിശ്വംഭരനെ വിലങ്ങ് വെച്ചു എന്ന് കേട്ടപ്പോ മനസ്സിൽ തെളിഞ്ഞത് നമ്മുടെ ലതയുടെ മുഖം. അന്ന് മറയൂര് വെച്ച് ഒരു കഞ്ചാവ് തോട്ടം നീ കത്തിച്ചില്ലേ? അതിന് പകരമായിട്ടല്ലേ ദുഷ്ടക്കൂട്ടങ്ങള് നമ്മുടെ ലത മോള്. ഇപ്പോഴും ആ ഓർമ്മകളാ മനസ്സില്. ലത ഭദ്രമായി തന്നിട്ട് പോയ മാളുവിനെ ഇനി ഒരിക്കലും കൈവിടാൻ പറ്റില്ല നമുക്ക്. ഈ ചെറിയ സന്തോഷം കൂടി ഇല്ലാണ്ടായ എന്തിനാ മോനെ എനിക്കിങ്ങനെ ഒരു ജീവിതം? നിങ്ങളുടെ വീട്ടിൽ ടെലിഫോണിനടിയിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. കൃത്യം 10:00 അത് പൊട്ടും.
രക്ഷിച്ചു അല്ലേ? ഇടയിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യ വേണ്ട. വാസന്തിക്ക് കൂട്ടായിട്ട് നീയും പോയിക്കോ. കൊന്നോളൂ വിശ്വട്ടാ, ഇതെനിക്കൊരു ശിക്ഷയല്ല, വരമാണ്. ഇത്രയും കാലം തരാത്ത സൗജന്യം എപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ല. നന്ദിയുണ്ട്, കൊന്നോളൂ. താനാണോ? വാ. എന്താ അവിടെ രാത്രിയില്? തിങ്കളാഴ്ച ഭരതം പുറത്തു വരും. വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനലുകളൊക്കെ ഒരു ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഒരു ബോംബ് സ്ഫോടനത്തിൽ നിന്ന് മഹേന്ദ്രനും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നല്ലേ ഫ്ലാഷ്? അതെ. വരേണ്ടിരുന്നത് അവന്റെ ബംഗ്ലാവ് വരുന്ന സ്ഥലത്ത് ഒന്നും ബാക്കിയിരുന്നുള്ള ഫ്ലാഷാ. മഹേന്ദ്രനെ രക്ഷിച്ചത് ഈശ്വരന്മാരാരുമല്ല, എന്റെ ഭാര്യ തന്നെ. അവള് വിളിച്ചു പറഞ്ഞു ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവിടെ ബോംബ് വെച്ചത് ഞാനാ. ഭാനുമതി വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ശത്രു കുടുംബത്തോടെ ലോകം വിട്ടു പോയനെ. അതിനു പകരം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണ്ടവളെ. ഞാനത് ചെയ്യാൻ പോവാ. ജീവനോട് ആരെങ്കിലും കത്തിക്കണത് കണ്ടിട്ടുണ്ടോ താൻ? കണ്ടിട്ടില്ലെങ്കിൽ വാ. ഞാൻ പിന്നെ വരാം. മരിക്കാൻ പേടിയാണല്ലേ? ഇല്ല വിശ്വട്ട. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? കൊല്ലാൻ തീരുമാനിച്ചല്ലേ, കൊന്നോളൂ. തരം കിട്ടിയ എന്നെ നീ കൊല്ലുമെന്നറിയാം. എന്നാലും തൊട്ടടുത്ത് തന്നെ ഒരു ശത്രുവാണ് എനിക്ക്, ഭാര്യയുടെ രൂപം. ഇപ്പൊ നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വെറുതെ വിടും. അങ്ങനെയുള്ള ഒരു സൗജന്യം എനിക്ക് വേണ്ട. കൊല്ലാൻ ഒരുക്കി വന്നതല്ലേ, കൊന്നോളൂ. ആരും അറിയാതെ ഒരാളെ കൊല്ലുന്നതിൽ ഒരു ത്രില്ലുമില്ല ഭാനുമതി. അടിവയറ്റിൽ കത്തി കയറുമ്പോൾ ഇരയുടെ പിടഞ്ഞു പിടഞ്ഞുള്ള നിലവിളിയേക്കാൾ എനിക്കിഷ്ടം അത് കണ്ടു നിൽക്കുന്നവരുടെ ഇടനെഞ്ചിന്റെ പിടപ്പ് കേൾക്കുന്നതാണ്. നിന്നെ ജീവനോടെ കത്തിക്കുമ്പോഴും അങ്ങനെ ഒരു ആൾക്കൂട്ടം വേണം. അതാ ഇങ്ങനെ ഒരു ചേഞ്ച്. ഇങ്ങനെയുള്ള ഹൃദയശൂന്യരായ മനുഷ്യരെ കഥകളിൽ പോലും കണ്ടിട്ടില്ല. നിനക്ക് അറിയാഞ്ഞിട്ട ഭാനുമതി, ഹോളിവുഡ് സിനിമകളിൽ എന്നെപ്പോലുള്ള കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. അവരെ അനുകരിക്കുകയാണ് വിശ്വട്ടൻ. ഞാൻ അവരെയല്ല, അവരെന്നെയാണ് അനുകരിക്കുന്നത്. ഇതിനിടയിൽ പറയാൻ വന്ന കാര്യം മറന്നുപോയി. മിക്കവാറും നാളെ ഭരതം പുറത്തിറങ്ങും. പോയി പറഞ്ഞേക്ക് ദാമോദരനോട്, അയാളുടെ കഥ ഉടനെ തീരുമെന്ന്. ഇത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണ്ടേ? അതിന്റെ ആവശ്യം വരില്ല. ഭരതനെ തുറന്ന ജീപ്പിലാ ഈ നാരുകളുടെ ഇടയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. ഈ നാട്ടുകാര് 3 പേരും ചോരയിൽ കുടിച്ച് മരിക്കുന്നത് കാണാൻ നീണ്ട 8 വർഷമായി കാത്തിരിക്കല്ലേ ഭാനുമതി? കാട്ടിക്കൊടുക്കണ്ടേ കൺകുളിർക്കിയ കാഴ്ച? നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല വിശ്വട്ട. അതെന്താ അങ്ങനെ? അവറ്റകളെ രക്ഷിക്കാൻ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഈശ്വരൻ ഈ നാട്ടിലേക്ക് ഇറങ്ങി വരൂ? ഈശ്വരനല്ല, പിന്നെ ഈ ഞാൻ. മനസ്സിലായില്ല. ഭരതം വരുമ്പോ ദാമോദര മാഷ്ട വീട്ടില് ഈ ഞാനും ഉണ്ടാവും വിശ്വട്ട. എന്നെ കൊന്നിട്ടേ അവൻ ആ വീട്ടിൽ ആരെങ്കിലും തൊടാൻ പറ്റും. എതിരെ വരുന്നത് ഈ വിശ്വംഭരൻ തന്നെ ആയാലും കൊന്നു കൊലവിളിക്കുവൻ. അങ്ങനെയാ ഞാൻ ഭരതനെ പഠിപ്പിച്ചേക്കണേ. നിന്റെ ശവത്തി ചവിട്ടി അവൻ അകത്ത് കിടക്കും. ഞാൻ അവനെ പഠിപ്പിച്ചത് ആരെയും കൊല്ലാനല്ല, ശത്രുക്കളെ പോലെ സ്നേഹിക്കാനാ.
അവൻ എന്നും അമ്മയുടെ സ്ഥാനത്തായിരുന്നു ഈ ഭാനുമതി. ഞാൻ അവന് കുഴച്ചു കൊടുത്ത ചോറിൽ എന്റെ കണ്ണീരിന്റെ ഉപ്പുണ്ടായിരുന്നു വിശ്വേട്ട. അത് തിരിച്ചറിയാൻ ഭരതന് കഴിയുന്നില്ലെങ്കിൽ അവിടെ എന്റെ ചോര വീണോട്ടെ. അത് തിരിച്ചറിയാൻ ഭരതന് കഴിയുന്നില്ലെങ്കിൽ അവിടെ എന്റെ ചോര വീണോട്ടെ. ആ കുടുംബത്തെ മാത്രമല്ല, നിന്നെയും കൊന്നുകളഞ്ഞേക്കാൻ എനിക്ക് അവനോട് പറയേണ്ടി വരും. പറഞ്ഞോളൂ വിശ്വേട്ട, അവൻ തന്നെ എന്നെയും കൊന്നോട്ടെ. അങ്ങനെ കടപ്പാടിന്റെ കണക്ക് തീർത്തോട്ടെ. നീ എന്റെ കയ്യിൽ ഭദ്രമായി തന്നിട്ട് പോയ നിധിയാണ് മാളവിക. തൽക്കാലം അവളെ ഞാൻ ബോർഡിങ്ങിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ മോളെ എന്നേക്കുമായി നഷ്ടമായി എന്ന് വരും. ആ എന്താടോ? അറിഞ്ഞില്ലേ, ആ മഹേന്ദ്ര സാറിന്റെ വീട്ടിൽ ആരോ ബോംബ് വെച്ചു. എന്ത്? ബോംബ് വെക്കി? എന്നിട്ട് വല്ലതും പറ്റിയോ ആർക്കെങ്കിലും? അതിനു മുമ്പ് സാറ് ബോംബ് കണ്ടെത്തിയെന്ന പത്രത്തിലുള്ളത്. ആരാ ഈ കൊലച്ചത് ചെയ്തത്? അത് സംശയിക്കാനുണ്ടോ? നമ്മുടെ വിശുംബര മുതലാളി തന്നെ. അയാളെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരമാവും. ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം. അച്ഛൻ പറഞ്ഞതാ ശരി. അയാൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്തിട്ടും അപ്പൊ തന്നെ പുറത്തിറങ്ങിയില്ലേ വിശ്വംബരൻ. ഒരു പോലീസ് സൂപ്രണ്ട് വിചാരിച്ചിട്ടും അയാളെ ജയിലടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെ സഹായിക്കാൻ ആരോടാ പറയാ? ഈശ്വരനോടല്ലാണ്ട്. പക്ഷെ ദൈവങ്ങളും നമ്മളെ കൈവിട്ടല്ലോ മോളെ. വേറൊരു വാർത്ത കൂടി കേട്ടു ഞാൻ. എന്തു വാർത്ത? പറയാൻ പേടിയാ മാഷേ, എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പറയടോ. എന്ത് കേട്ടാലും തളരുതെന്ന് മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അടുത്ത് തന്നെ ഭരതം വരുമെന്നും പറഞ്ഞ് അലറി വിളിച്ച് നടക്കണുണ്ട് ആ ഡിസൂസ രാജാജിയും. ഭരതൻ വരുന്നു പറഞ്ഞത് സത്യമാണോന്ന് അന്വേഷിക്കണം കുഞ്ചുണ്ണിയേട്ടാ. എന്തിനാ മോളെ? ഇപ്പോ പേടിയല്ല, ജീവിക്കാനുള്ള കൊതിയാ. പഴയതുപോലെ നമ്മൾ ഒന്നിച്ച് കളിച്ച് ചിരിച്ച്. ഭരതൻ വന്നാ പിന്നെ അതൊന്നും ഉണ്ടാവില്ലല്ലോ. എന്റെ മോള് വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഞാൻ SP പോയി കാണുന്നുണ്ട്. ആരും അറിയാതെ ഒരു വട്ടം കൂടി രക്ഷപ്പെടാൻ നോക്കിയാലോ? രക്ഷപ്പെടില്ല വിലാസിനി. ഭരതൻ ജയിലിൽ നിന്ന് വരാൻ പോവുമല്ലേ. എപ്പോഴും ഉണ്ടാവും ആ രാജാജിയും ഡിസൂസയും ഇവിടെ. എന്നാലും ഒന്ന് ശ്രമിച്ചുകൂടെ മാഷേ? മുങ്ങിച്ചാകാൻ പോകുമ്പോ വൈക്കോൽ തുരുമ്പിൽ കയറി പിടിക്കില്ലേ നമ്മൾ? അതുപോലെ എപ്പോഴും കാവലിരിക്കാൻ പറ്റുമോ ആ ഗുണ്ടകൾക്ക്? ഇത്രയും കാലം ദുരിതങ്ങൾ മാത്രം നിന്ന ഈരാറ്റുപുഴ ദേവി ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കാതിരിക്കോ? കുഞ്ചുണ്ണിയേട്ടൻ പറയുന്നത് ശരിയാ അച്ഛാ. ഒരു തവണ കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിന് ആ SP-യുടെ സഹായം വേണ്ടി വരും. ഭരതനും വിശ്വംഭരനും തേടി വരാത്ത ഭദ്രമായ ഒരിടത്ത് അദ്ദേഹം നമ്മളെ എത്തിച്ചാലോ? എന്ത് ചെയ്യണമെന്നോ രക്ഷിക്കാൻ ആരോട് പറയണമെന്നോ എനിക്കൊരു രൂപവുമില്ല. രക്ഷപ്പെടാൻ പറ്റുമെന്നും അറിയില്ല. പക്ഷേ രക്ഷപ്പെട്ടാൽ അതൊരു രണ്ടാം ജന്മമായിരിക്കും. മഹേന്ദ്രൻ സാറ് സഹായിക്കുമോ മോളെ? സഹായിക്കും. എന്നാൽ നമുക്ക് ഈ നശിച്ച നാട് ഉപേക്ഷിക്കാം. സ്നേഹമുള്ള മനുഷ്യരുടെ അടുത്തേക്ക് പോവാം. എന്റെ ഭഗവതി, ഇപ്രാവശ്യമെങ്കിലും ഞങ്ങളോട് കരുണ കാട്ടില്ലേ? ആ ദുഷ്ടന്മാരറിയാതെ ഈ നാട് വിട്ടു പോവാൻ ഞങ്ങളെ സഹായിക്കില്ലേ?
എന്താ ഇവിടെ എന്താ പറ്റി ഇയാള് എന്തോ പൊടിയലക്കാൻ നോക്കിയതാ, ഞാൻ പിടിച്ചു. ആഹാ, സാറ് കൊള്ളാലോ. സാറല്ലേ പറഞ്ഞത് പായസത്തിന് വിഷമിടാൻ. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് 25,000 രൂപയും തന്നു സാറ്. നുണ പറയുന്നു, കൊല്ലും തന്നെ ഞാൻ. അയ്യോ അയ്യോ ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? വേണ്ട, എന്നെ വിടല്ലേ പറഞ്ഞത്. നമുക്ക് ഈ കല്യാണം വേണ്ട മോനെ. അന്ന് ഞാൻ നിനക്ക് താക്കീത് തന്നു വിട്ടതല്ലേ, എന്നിട്ട് മതിയായില്ലടാ നിനക്ക്? ഇപ്പൊ ഞങ്ങളെയൊക്കെ കൊല്ലാനും കൂടി തയ്യാറായിട്ടാണ് നീ വന്നിരിക്കുന്നത്, അല്ലടാ? വിജയേട്ടാ, ഞാനല്ലേ ചെയ്തത്, നുണയെ പറയുന്നേ. അന്ന് മായ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ നിന്നെ ഇഷ്ടമല്ലാന്ന്. എന്നിട്ടും നീ ഇവിടെ വന്നത് ഞങ്ങളെയൊക്കെ കൊല്ലാനാ, അല്ലടാ? നീ ഇത്ര തരം താഴ്ന്നു ഞാൻ കരുതിയില്ല. നിന്നേക്കാളൊക്കെ എത്ര ഭേദം ആ വിശ്വംഭരനും ഭരതനും ഒക്കെ. പ്രേമിക്കുന്ന പെണ്ണിനെ കിട്ടിയില്ല എന്ന് കരുതി അവളെയും കുടുംബത്തെയും ഇവിടെ വന്നിരിക്കുന്നവരെയൊക്കെ കൊല്ലാന്ന് കരുതിയോ നീ? ആ മനസ്സ് മുഴുവൻ വിഷാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അപ്പൊ ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി ഏതായാലും ഇവിടുത്തെ പെണ്ണിനെ എനിക്ക് വേണ്ട രാമകൃഷ്ണ. പക്ഷെ ഇവനിട്ട് രണ്ട് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് പിടഞ്ഞു വീടില്ലായിരുന്നു എല്ലാരും. മായ എനിക്കിഷ്ടമാണ്, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. ഇയാള് പറയുന്നല്ല നുണയാ. ഞാൻ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, സത്യം ഞാൻ പറയുന്നത്. പൂരം കണ്ട് വീഴ്ച നിൽക്കാതെ തല്ലി കൊല്ലടാ ഈ പട്ടിയെ. ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ തല്ലരുത്, വിട്. പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിന്നെ കൊന്നു വരും ഞാൻ. വിജയേട്ടാ, ഇത് ഞാനല്ല ചെയ്തെന്ന് മായ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. മഹേന്ദ്രൻ തിരിച്ചു വരും തോന്നണില്ല. എന്റെ ഈശ്വര, എങ്ങോട്ട് പോയതാ അദ്ദേഹം? വീട് പൂട്ടിയിട്ടിരിക്കുക. SP ഓഫീസിൽ അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ല. നമ്മളെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടമായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ രാത്രി എന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോവേണ്ടത്? സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതി മരണം കാത്ത് ഇവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ? പോണോ എങ്ങോട്ടെങ്കിലും? മോള് പറഞ്ഞത് ശരിയാ, പോണം. പെരുവഴിയിലേക്കാണെങ്കിലും. ഭൂമിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കാണാണ്ടിരിക്കുവോ ഒരിറ്റുകാരനെങ്കിലും തരാൻ? ഇനി ആരോടൊന്നും പറയാൻ പോണ്ട. വൈകുന്നേരം ഞാൻ വീണ്ടും വരാം. മോളി ഈ വീടും പരിസരമൊക്കെ നല്ലോണം നോക്കണം. ആരെങ്കിലും ശ്രദ്ധിക്കണുണ്ടോന്ന് അറിയാനാ. ഇപ്പോഴിവിടെയെങ്കിലും ആരുമില്ല. ഭരതന് ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള തിരക്കിലാവും വിശംബരം മുതലാളി. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല കേട്ടോ. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുവോടോ? ഇന്നത്തെ പോലെ ആ കഴുകൻ വീണ്ടും വരുമോ ഞങ്ങളെ കൊത്തിപ്പറിക്കാൻ? സമാധാനായിട്ടിരിക്കെ. ആരും ഒന്നും അറിയില്ല. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. ഞാനുണ്ടാവും പുറത്ത്, നിങ്ങളെ സുരക്ഷിതരായി ബസ് സ്റ്റാൻഡിൽ എത്തിക്കാൻ. എന്റെ ഗുരുവായൂരപ്പ, ആരും കാണാണ്ട് ഇത്തവണയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്ന് പോവാൻ കഴിയണേ. എന്തു പറ്റിട്ടാ? ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ബൈക്ക് എവിടെയെങ്കിലും മറിഞ്ഞോ? അമ്മേ, എന്താ എന്താ മോനെ, എന്താ പറ്റിയത്? വാ തുറന്നൊന്നും പറ. പറ്റിയത് എനിക്കല്ലേ? നിങ്ങളൊക്കെ ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ? എന്താ പറ്റിയെന്ന് പറഞ്ഞൂടെ? പറഞ്ഞ പരിഹാരം ഉണ്ടാക്കൂ. ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്. ആശുപത്രി പോയി ഡോക്ടറെ കാണിക്കും.
അതിൻ്റെ ആവശ്യമില്ല. ഇനിയും കിട്ടാനുണ്ട് ഇതുപോലെ ഒരുപാട്. ഒടുവിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എൻ്റെ 16 അടിയന്തരം നടത്താം. ആരെങ്കിലും തല്ലിയതാണോ നിന്നെ? കണ്ടിട്ട് അങ്ങനെ തോന്നണേ, പറഞ്ഞാലേ അറിയാൻ പറ്റൂ. എന്താ ചേഷ, എന്താ ഇത്? ചോര വരുന്നുണ്ടല്ലോ. ആരോടെങ്കിലും തല്ലുകൂടിയോ നീ? തല്ലുകൂടിയതല്ല അച്ഛൻ, എല്ലാവരും ചേർന്ന് വളഞ്ഞു നിന്ന് തല്ലിയതാ. എന്താ കാരണം? ഞാൻ പറയാതെ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ആ പെണ്ണിന്റെ വീട്ടിൽ പോയിരുന്നോ നീ? പോയിരുന്നു. വെറുതെ അല്ല തല്ല് കിട്ടിയത്. ഏതായാലും നന്നായി. ഇനി എന്റെ മോൻ അവിടെ വീട്ടിൽ പോവില്ലല്ലോ. അങ്ങനെ സന്തോഷിക്കണ്ട. ഇപ്പോഴും മായ ഞാൻ മറന്നിട്ടില്ല. ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ ചേഷൻ അവിടെ പോകുന്നത്? എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നോട് പറയും എന്നെ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന്. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടാ മരണം. കേട്ടിട്ടുണ്ടോ നീ? സാരമില്ല, പാതി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തനിയെ വന്നോളാം. ശവമായി മാറിയിട്ടുണ്ടെങ്കിൽ വെള്ള പുതപ്പിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. തല്ലി കൊല്ലാറാക്കിയിട്ടും മതിയായില്ലടാ നിനക്ക്. മതിയായിട്ടില്ല, ഇപ്പോഴും ജീവൻ ബാക്കിയുണ്ടല്ലോ. എന്നെ തോൽപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല നീ ഇപ്പോൾ. അമ്മയോട് പ്രതികാരം ചെയ്ത് സുഖം കിട്ടിയിട്ടുണ്ടാവും തല്ല് കിട്ടിയപ്പോ. ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ജയകൃഷ്ണ. ഏതോ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഈ കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ തകർക്കുക നിങ്ങൾ രണ്ടുപേരും. ആരെങ്കിലും ഒരാൾ തോറ്റാലേ ഈ കുടുംബം നന്നാവും. വേണ്ട, എനിക്ക് ജയിക്കാൻ വേണ്ടി ആരും തോറ്റേറണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, യമുനയായിട്ടുള്ള കല്യാണത്തെപ്പറ്റി ഇനി ഒരിക്കലും ആരും എന്നോട് പറയാൻ പാടില്ല. ഞങ്ങളുടെ ക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. യമുനയാ നീ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് ബന്ധുക്കളെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. നാളെ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. നിനക്കിനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജയകൃഷ്ണ.